ഒരു കാര്യം നിങ്ങളെല്ലാം മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മയക്കുമരുന്ന് നമുക്ക് ലഹരി മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ട്. നമ്മളെ തലമുറകളെല്ലാം വീടുകളിൽ അമ്മയപ്പന്മാരെ അടിക്കുകയും വെഞ്ഞാറമൂട് കേസ് കണ്ടില്ലേ, അഫാനെ പോലെ ഇപ്പോഴും കുറേ അഫാന്മാർ ഇപ്പം നിലവിലുണ്ട്. ഇപ്പം ഓരോ വീട്ടിലുള്ള അമ്മമാർ കരയുകയും അപ്പന്മാർ കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. സഹോദരങ്ങളെ ഉപദ്രവിക്കുന്ന തലമുറകൾ വളർന്ന് ഇതാവുന്നതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ ആ വേടൻ എന്ന് പറഞ്ഞ കിരൺ ദാസ് എന്ന് പറയുന്ന ആ പയ്യനെ ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്ത് മയക്കുമരുന്ന് പിടിച്ച 5 ഗ്രാം അങ്ങാണ്ടോ പിടിച്ചെന്നും പറഞ്ഞു. പക്ഷേ ആ മയക്കുമരുന്ന് പിടിച്ചവർക്കെല്ലാം ജാമ്യം കിട്ടുന്നുണ്ട്, അവരെ പുറത്ത് വിടുന്നുണ്ട്. പക്ഷേ ഗൂഢാലോചന പ്രകാരം എന്തോ തന്ത്രം മെനഞ്ഞെടുത്ത് എത്രയും നാൾ മുമ്പേ ഉള്ള ഏതോ പൊളിറ്റിക്സോ എന്തോ മനസ്സിൽ കരുതിയ ആരുടെയോ ഉന്നതന്മാരുടെ റെക്കമെൻഡിൽ എങ്ങോണ്ടാണ് ആ പയ്യനെ ഇപ്പം ഫോറസ്റ്റുകാർ അറസ്റ്റ് ചെയ്ത് 2 ദിവസം റിമാൻഡിൽ വെച്ചത്. അവൻ പുലിപ്പല്ല് മാലയാക്കി ഇട്ട് നടന്നത്. പക്ഷെ അവൻ്റെ പുലിപ്പല്ല് ഒറിജിനലാണോ, അവൻ്റെ ഈ പുലിയെ അവൻ കൊലപ്പെടുത്തിയതിൻ്റെ തെളിവോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ആ തെളിവുണ്ടെങ്കിൽ മാത്രമേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അത് പിടിക്കാനുള്ള ഒരു അനുമതി ഉണ്ടാവുള്ളൂ. ഏത് കോടതിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഏത് നിയമമാണ് ഇങ്ങനെ, ഏത് വകുപ്പിലാണ് ഇവർ അറസ്റ്റ് ചെയ്തത്? എന്ത് തെളിവിലാണ് അറസ്റ്റ് ചെയ്തത്? ആ മാലയിൽ പുലിപ്പല്ല് കിടക്കുന്നതുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരെല്ലാം പുലിപ്പല്ല് പോലെ മാലയിലിട്ടുകൊണ്ട് നടക്കണം. അവരെയൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്തത്? ഉന്നതന്മാരെല്ലാം നഖവും പുലിപ്പല്ലും ഒക്കെ കൊണ്ട് മാലകൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം കാണിക്കുന്നത്? അപ്പം ആ പയ്യൻ ഒരു ദളിത് പയ്യനായതുകൊണ്ട് ദളിത് പയ്യനും പുലയർക്കും മറ്റുള്ള താഴ്ന്ന ജാതിക്കാർക്കൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതൊരു കലാകാരനാണ്. അപ്പോൾ ആ കലാകാരനെ ഉയർത്തിക്കൊണ്ടുവരാൻ പാടില്ല, ചവിട്ടിത്താഴ്ത്തണം എന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ടാണ് ആ പയ്യനെ വേട്ടയാടിയത്. അത് വേടനായതുകൊണ്ട് അതിനെ വേട്ടയാടാമെന്ന് വിചാരിച്ചു ഫോറസ്റ്റുകാർ. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആ ഓട്ടോറിക്ഷയിൽ പോയി ഒരു ഓട്ടോ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയെ പിടിച്ച് വലിച്ചിറക്കി റോഡിൽ നിലത്തിട്ട് അയാളുടെ തല പൊട്ടി. അത് ഒരു പ്രാവശ്യം ഞങ്ങൾ ന്യൂസിൽ കണ്ടായിരുന്നു. ഈ അനാവശ്യമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഇത് കണ്ണടച്ചിരിക്കുക, ആൾക്കാരെല്ലാം കണ്ണടച്ചിരിക്കുന്നതാണ് ആ വിചാരം. ഇതിനൊക്കെ ഒരു നിയമവകുപ്പുണ്ടല്ലോ. ഈ 2 ദിവസം റിമാൻഡിൽ വെച്ചിരുന്നതിൻ്റെ ഇത് കോടതിയാണ് ഇതിൻ്റെ ഉത്തരം പറയാനുള്ളത്. ഈ നമ്മളെ MLA പ്രതിഭ MLA മാഡത്തിൻ്റെ മകനെ ഇതുപോലെ മയക്കുമരുന്ന് വച്ചെന്നും പറഞ്ഞ് അതും തെളിവില്ലാതെ ആ പയ്യൻ ഒരു തെളിവുമില്ലാതെ അവനെ പിടിച്ചുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്ത്. ഈ ലഹരി ഉപയോഗിക്കുന്നത് കർശന